സ്വർണത്തിൻ്റെ വില 80,000 രൂപയിൽ കൂടുതലായി ഇല്ലേ? അത് ശരിയാണ്, അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ വെച്ചിരിക്കുന്നവർക്ക് അത് നല്ല ഒരു വാർത്തയല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ MRF ടയേഴ്സിലെ ആ ടയേഴ്സിൻ്റെ ഷെയറിൻ്റെ വില എപ്പോഴും അടിക്കടി കൂടിക്കൊണ്ടായിരിക്കുന്നത്. ബിക്കോസ് അത്രയും വാഹനങ്ങൾ വന്നു. അപ്പോൾ ആ ഒരു കമോഡിറ്റിയുടെ വില കൂടുമ്പോൾ മാത്രം എല്ലാവരും പറയുന്നുണ്ട് ഷെയർ വാങ്ങിക്കൂ, അത് കൂടും, നിങ്ങളത് വാങ്ങിക്കൂ. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു റബ്ബറിൻ്റെ വില കൂടുന്നതനുസരിച്ചോ എന്തെങ്കിലുമൊക്കെ ഒരു ഏറ്റക്കുറച്ചിലൊക്കെ വരികയാണെങ്കിൽ അന്നേരം പറയും അത് മാർക്കറ്റല്ലേ, അത് കുഴപ്പമില്ല, അത് കയറിക്കോളും, അത് നല്ലതാണെന്ന് പറയും. അതേപോലെ തന്നെ എന്തുകൊണ്ട് നിങ്ങൾ സ്വർണത്തെ കാണുന്നില്ല? സ്വർണം എന്ന് പറയുന്ന ഈ കമോഡിറ്റി കാലങ്ങളായിട്ട് ഇത് തന്നെയല്ലേ പാറ്റേൺ, അതായത് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ചില സ്ഥലത്ത് വരുമ്പോൾ മാത്രം, ചില സമയങ്ങളിൽ മാത്രം അത് സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിന്നിട്ടുണ്ട്. ഒരു 4-5 വർഷം അതിന് വലിയ കൂടലില്ലാതെ നിന്ന സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ ദൂരവ്യാപകമായിട്ട് അതിന് പൈസ കൂടിയിട്ടല്ലേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ആളുകളെല്ലാം ഇപ്പം ഇതിൽ വീഡിയോയിൽ കണ്ടതുകൊണ്ട് പറഞ്ഞാട്ടോ, അയ്യോ വാങ്ങല്ലേ, സ്വർണം വാങ്ങി വയ്ക്കല്ലേ, നിങ്ങൾ അബദ്ധമാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ എന്തിനാണ് സ്വർണം വാങ്ങിക്കുന്നത്, സ്വർണം വാങ്ങിക്കാൻ പോകുന്നവരെ പോലും എല്ലാവരും വേണ്ട എന്ന് പറയുന്നു. ഞാൻ സാമ്പത്തിക വിദഗ്ധയൊന്നും അല്ല, എന്നാലും ഞാൻ പറയുകയാണ്, സാധാരണക്കാരുടെ ഒരു എന്താ പറയുക, ഒരു ആഗ്രഹമാണ് കുറച്ചെങ്കിലും സ്വർണം കയ്യിലുണ്ടാവണം. ഏതൊരു സ്ത്രീയുടെയും പുരുഷന്മാർക്കും ഇപ്പോൾ ആഗ്രഹമാണ്. കാരണം അത് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നാളെ ഒരു കാലത്ത് അതൊരു കണ്ടിൻജൻസി ഫണ്ട് പോലെയാണ് പണ്ട് എല്ലാവരും യൂസ് ചെയ്തിരുന്നത്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ വില ഇങ്ങനെ കൂടുന്നതുകൊണ്ട് ഒന്നുകൂടി പറയാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ കാലങ്ങളിൽ സ്വർണം എന്തുകൊണ്ടാണ് വീടുകളിൽ നിക്ഷേപമായിട്ട് എടുത്തു വെച്ചിരുന്നതെന്ന് അറിയോ? വളരെ വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾക്ക് ബാങ്കൊക്കെ തുടങ്ങി വരുന്ന സമയത്ത് ബാങ്കിൽ എന്താ പറയുക, പറ്റത്തില്ലായിരുന്നു. ദേ കനോട്ട് സ്റ്റാർട്ട് അക്കൗണ്ട്, ഒറ്റയ്ക്ക് ഒരു അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ലായിരുന്നു. ആ അക്കൗണ്ട് ബാങ്കിൽ തുടങ്ങണമെങ്കിൽ ഹസ്ബൻഡ് ആയിരിക്കണം കൂടെ ഉണ്ടാവണം, ജോയിൻ്റ് അക്കൗണ്ട് ആയിരിക്കണം, അങ്ങനെയൊക്കെ കുറേ നിർബന്ധം ഉണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം ആണ് ആ നിബന്ധനയൊക്കെ മാറ്റിയത്. സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് വന്നു തുടങ്ങിയപ്പോഴാണ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനും അവരുടെ സാലറി അതിൽ കൊണ്ടിടാനും ഒക്കെ അവർക്ക് സാധിച്ചു തുടങ്ങി. അതിന് മുമ്പ് അപ്പോൾ എങ്ങനെയായിരുന്നിരുന്നു നമ്മുടെ അന്നത്തെ കാലത്തെ ആളുകളൊക്കെ സൂക്ഷിച്ചിരുന്നത്? പൈസ പണമായിട്ട്. സ്ത്രീകൾക്ക് അങ്ങനെയാണ് സ്ത്രീധനം പണമായിട്ട് കൊടുക്കാതെ ഗോൾഡായിട്ട് കൊടുക്കാൻ തുടങ്ങിയത്. അവരുടെ ശരീരത്ത് അണിയാനായിട്ടുള്ള എത്രത്തോളം വാങ്ങാൻ പറ്റുന്ന അച്ഛനമ്മമാരാണെങ്കിൽ അത്രത്തോളം വാങ്ങി ആ മകളെ അത് അണിയിച്ച് വിട്ടുകൊണ്ടിരുന്നത്. കാരണം അത് അവളുടേതാണ്. അതാണ് സ്ത്രീധനം എന്ന് പേര് വന്നത് അതിന്. അല്ലാതെ അതൊരു എന്താ പറയുക, അത് കാരണം ഈ ലാൻഡും കാര്യങ്ങളും ഒക്കെ ഇങ്ങായിരിക്കും, കുറേ ദൂരമായിരിക്കും. അന്നൊക്കെ കാൽനടയായിട്ട് തന്നെ വേണം പോകാനായിട്ട്. അപ്പം അല്ലെങ്കിൽ ഒരു കല്യാണമാണെങ്കിൽ പണക്കാരാണെങ്കിൽ ഒരു പല്ലക്കിൽ ആളുകൾ ചുമന്ന് കൊണ്ടുപോകും അല്ലേ. അങ്ങനെ പോകുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് അവിടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന്, അവളുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സ്വർണം കഴുത്തിലിട്ട് കൊടുത്തയച്ചിരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേക ഇത്. പിന്നെ സ്വർണം എന്ന് പറയുന്നത് ഭൂമിയിലുണ്ടായി അത് കുഴിച്ചെടുക്കുന്ന ഒരു ലോഹമാണ് അല്ലേ. അതിങ്ങനെ മാനുഫാക്ചർ ചെയ്ത് കൊണ്ടുവരുന്നതല്ല. അത് വളരെ അതിൻ്റെ അവൈലബിലിറ്റി ഭയങ്കര ലിമിറ്റഡ് ആണ്. ഇന്നലെ ഞാൻ പറഞ്ഞു ഉപ്പിൻ്റെ വാല്യൂ എങ്ങനെയാണ് നശിച്ചു എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അവൈലബിളായി. അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കമ്മോഡിറ്റി ആയിരുന്നു. ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെറ്റലേ അല്ല. അപ്പം നമ്മളുടെ ഈ സ്വയമുള്ള നമുക്ക് ഈ ഉള്ള കുഞ്ഞു ബുദ്ധി വെച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഭൂമിയിൽ സ്വർണം ഒരുപാട് ഉണ്ടാകുന്നില്ല. ഈ ഉള്ളത് തന്നെയാണ് ഈ റിസർവിൽ വെച്ചിരിക്കുന്നത്. ഉൽപ്പാദനം വളരെ കുറവാണ് ഇതിന്. എന്നാൽ ഇത് പല കാര്യങ്ങൾക്ക് ഇത് അത്യാവശ്യമാണ്. പലതരം എന്താ പറയുക, സയൻറ്റിഫിക് ഇതിനെല്ലാം സ്വർണ്ണമാണ് ഇത് ഉപയോഗിക്കുന്നത് അല്ലേ. അതിന് സ്വർണം കൂടിയേ തീരും, വേറെ ഒരു ലോഹവും അതിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഏതോ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ കാര്യമൊക്കെ ഇതിൽ എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത്, നിങ്ങളിത് 1 ലക്ഷമായി എന്ന് പറഞ്ഞ് ഭയപ്പെടാതെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ മകൻ ഒരു 25 വയസ്സുള്ള മകന് ജോലിയിൽ കയറുമ്പോൾ തന്നെ ഒരു 25,000, 30,000, 40,000, 50,000 ലെവലിൽ ജോലി കിട്ടുന്ന ആൺമക്കളുണ്ടല്ലോ. അപ്പോൾ അവരിൽ നിന്നും കിട്ടുന്നത് നിങ്ങൾ സ്വർണ്ണമായിട്ടൊരു 10,000 രൂപ വെച്ച് അമ്മയ്ക്ക് തന്നോളൂ എന്ന് ഒരു ഉദാഹരണത്തിന് പറയണം കേട്ടോ. അത് 10,000 രൂപ 1 ഗ്രാം വാങ്ങിച്ചു വയ്ക്കാമല്ലോ. ഇത് തന്നെ നിങ്ങൾ പഴയ കാലത്തേക്ക് പോകും, പഴയ കാലത്തേക്ക് പോകും. 100 രൂപയുള്ളൂ ഒരാൾക്ക് ശമ്പളം എന്നുള്ള ആ സമയത്ത് 10
രൂപ അമ്മയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് ആ 10 രൂപ വെച്ച് ആ അമ്മയ്ക്ക് 1 ഗ്രാം തന്നെയാണ് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടാവുക. നിങ്ങൾ കുറേ കണക്കുകൾ നിങ്ങൾ എടുത്ത് നോക്കൂ, എഴുതി നോക്കിക്കോളൂ, അന്നേരം നിങ്ങൾക്ക് പിടികിട്ടും. എന്താ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ആ 1 ഗ്രാം വാങ്ങിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചോളൂ. അയ്യോ ഇത്രയും പൈസ കൊടുത്ത് സ്വർണം വാങ്ങിക്കുന്നത് എന്തിനാ? അങ്ങനെയല്ല. അത് നമുക്ക് പിന്നീട് ഇതുപോലെ ഏറുമ്പോൾ നമുക്കത് വിറ്റിട്ട് നമ്മുടെ ആവശ്യങ്ങൾ ചെയ്യാമല്ലോ. ഒരിക്കലും ഒരു ഗവൺമെൻറ്റും ഇതിനെ വേണ്ട എന്ന് പറയാൻ പോകുന്നില്ല, സ്വർണം നിരോധിക്കാൻ പോകുന്നില്ല. അതാണ് ആ ഒരു സാമ്പത്തിക ശാസ്ത്രം വളരെ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ്. അത് നിരോധിച്ചു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സന്തുലിതാവസ്ഥ പല രാജ്യങ്ങളുടെയും തകർന്നടിയും. US-ലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ളതെന്ന് ഉണ്ടാക്കുന്നത്. അവരുടെയൊക്കെ സേഫ്റ്റി വാൾട്ടിലൊക്കെ ഇഷ്ടംപോലെ അവർ ശേഖരിച്ച് വെച്ചിരിക്കുന്നത് അവർക്ക് ഈ പറഞ്ഞ പോലെ ക്രയവിക്രയങ്ങൾ നടത്താനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഈ ഒരു ലോഹത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് അതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് തന്നെയാണ്. എൻ്റെ കുഞ്ഞു ബുദ്ധിയിൽ പറയുന്ന കാര്യങ്ങളാട്ടോ ഞാൻ ഇതിനകത്ത് പറയുന്നത്. നിങ്ങൾക്ക് പോയിട്ട് റിസർച്ച് ചെയ്ത് നോക്കാം, നിങ്ങളതിനകത്ത് വായിച്ചു നോക്കൂ. ഈ ചേച്ചി പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കിക്കോ. ഉണ്ട്, എനിക്ക് ഉറപ്പാണ്. അതേപോലെ കസവ് സാരികൾ പണ്ട് ഈ രാജാക്കന്മാരുടെ കാലത്ത് തഞ്ചാവൂരിൽ നിന്നൊക്കെ കൊണ്ടുവന്ന നെയ്ത്തുകാരെ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഓണപ്പുടവ പോലത്തെയാണ് മാത്രമാണ് കേരളത്തിൽ തമ്പുരാട്ടിമാരൊക്കെ രാജാക്കന്മാരുടെ വീട്ടിലെ സ്ത്രീകളൊക്കെ ധരിച്ചിരുന്നതെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ തമ്പുരാട്ടിന്നും പറഞ്ഞ് ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വന്ന് പറയില്ലേ, അത് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. ആ ഒരു ടെർമിനോളജിയൊക്കെ അതിന് യൂസ് ചെയ്യുന്നതാണ്. സോ അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇവർക്ക് ഇതിനെ ഒന്ന് മോടിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ കസവ് സ്വർണ്ണ നൂലുകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിൽ സ്വർണത്തിൻ്റെ അംശമുണ്ട്. ആ സ്വർണത്തിൻ്റെ അംശം ഇന്നുള്ള കസവ് സാരികൾക്കും ഉണ്ട്. ആ കസവ് സാരികളിൽ ഉപയോഗിക്കുന്ന സ്വർണ്ണ നൂലിന് വില കൂടിയതുകൊണ്ട് കസവ് സാരികളുടെയും വില കൂടി ഇല്ലേ. ഞാനൊരു അറിയുന്ന ഒരു സാധാരണ സ്ത്രീയുടെ ഇതിൽ നിന്ന് ഞാൻ പറയുന്നതാണ്, അതായത് നല്ല ഒറിജിനൽ കസവ് സാരികളുടെ. അപ്പോൾ അവരെന്താണ് ചെമ്പ് മിക്സ് ചെയ്തിട്ടുള്ള സാരികൾ ഉണ്ടാക്കി വിടും. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് വരും, അത് കറുത്തു പോകും ഇല്ലേ. അപ്പോൾ ഒതൻറ്റിക്കായിട്ട് വേണം എന്നുള്ളവർ ഇപ്പോൾ നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്നില്ലേ ധറുകളിൽ നിന്നൊക്കെ. അതിനും സ്വർണം കൂടിയേ തീരൂ. സ്വർണം ക്രയവിക്രയങ്ങൾ, അതും നമ്മുടെ ഇപ്പോൾ ഈ ഭീമ ജ്വല്ലറിയോ അല്ലെങ്കിൽ കല്യാൺ ജ്വല്ലറിയോ അല്ലെങ്കിൽ മലബാർ ജ്വല്ലറിയോ ഒന്നും മാത്രമല്ല സ്വർണത്തിൻ്റെ വില നിശ്ചയിക്കുന്നത്. ഇത് ഇൻ്റർനാഷണലി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വാല്യൂ ആണ് അല്ലേ. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മകന് ജോലി കിട്ടിക്കഴിഞ്ഞാൽ 1 ഗ്രാം സ്വർണം വാങ്ങിച്ച് അമ്മ ഒരു കയ്യിൽ വെച്ചോളൂ, അതിലെന്താ കുഴപ്പം? അപ്പോൾ അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താണ് സ്ത്രീകൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് അറിയോ? അവർ ഈ പറഞ്ഞ പോലെ അവരുടെ സ്വകാര്യ സമ്പത്തോ അല്ലെങ്കിൽ ഭർത്താവ് ചെലവിന് കൊടുക്കുന്ന പൈസയിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നെല്ലളന്ന് കിട്ടുന്ന പൈസയിൽ വിറ്റ് കിട്ടുന്ന കാശിൽ നിന്നോ അവർ ആ പൈസ എവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കും? സ്വർണ്ണമാക്കി വെക്കും. അതെൻ്റെ അമ്മൂമ്മ പണ്ട് ഇങ്ങനെ ഇതുപോലെ തന്നെ, അമ്മൂമ്മ ഇതുപോലെ ഒരു സാധാരണ സ്ത്രീയാണ്. അവിടെ അവർക്ക് ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ ചായക്കടയിലേക്ക് സപ്ലൈ ചെയ്യുമായിരുന്നു എന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം എല്ലാം അമ്മൂമ്മ രാവിലെ എഴുന്നേറ്റിരുന്ന് ചുട്ട്, അമ്മൂമ്മയുടെ കയ്യിലുള്ള ടാലൻ്റ് എന്താണ് അത് അമ്മൂമ്മ യൂസ് ചെയ്തു എന്ന്. അത് ഇരുന്ന് ചുട്ട് കൊടുക്കും. അപ്പോൾ അപ്പത്തിന് ഇത്ര പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മൂമ്മയ്ക്ക് കിട്ടും. പിന്നെ എന്തായിരുന്നു, അരി ഇടിപ്പിച്ച് അവിടെ ജോലിക്കാരെ കൊണ്ട് അരി ഇടിപ്പിച്ച് അമ്മൂമ്മ തന്നെ വറുത്തെല്ലാം കൊടുക്കും, പുട്ടിന് വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാത്തിനും കമ്മീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി അമ്മൂമ്മയ്ക്കെന്ന്. അപ്പോൾ അതെല്ലാം കൂട്ടി വെച്ച് അമ്മൂമ്മ എന്താ ചെയ്യുക? ബാങ്കിലൊന്നും കൊണ്ടുപോയിടാൻ അമ്മയ്ക്ക് അറിയാനും വയ്യ, പറ്റുകയില്ല ആ സമയങ്ങളിലൊക്കെ. പിന്നെ വളരെ കുറച്ച് പേരൊക്കെ ബാങ്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ ഉള്ളൂ അന്ന്. ഇവർക്കൊന്നും അത്ര ഇംഗ്ലീഷ് അറിയില്ല. അപ്പൂപ്പനെ അറിയായിരുന്നു. അപ്പോൾ അപ്പൂപ്പന് ഉണ്ട്, ബാങ്ക് അക്കൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് അമ്മൂമ്മ കൊണ്ടുപോയി അവിടെ ലോക്കലായിട്ടുള്ള ഒരു തട്ടാനെ കൊണ്ട് സ്വർണം അണിയിപ്പിക്കും. പെൺമക്കൾക്ക് അവരുടെ കഴുത്തിലും കാതിലും കയ്യിലും ഒക്കെ സ്വർണമായിട്ട് ഇടും. അപ്പോൾ അന്നേ ഇതാണ് പരിപാടി. അത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് കൊള്ളൂല, ആ സ്വർണത്തിന് ഒരു വിലയില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അത് ആ മൂല്യമുള്ള ഒരു സാധനം തന്നെയാണ്. നിങ്ങളിതിൻ്റെ വില കണ്ട് പേടിക്കേണ്ട. പറ്റുന്നവർ എന്ന് കരുതി 10,000 രൂപയേ ഉള്ളൂ ചേച്ചി ശമ്പളം, അങ്ങനെയുള്ളവർക്ക് പണ്ടും വാങ്ങിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? വെള്ളിയിലുള്ള ആഭരണങ്ങൾ ധരിക്കുമായിരുന്നു. ഇന്ന് വെള്ളിയിലുള്ള ആഭരണങ്ങൾ വാങ്ങിയിട്ട് ഏത് തരത്തിലും മോഡലിലും ഉണ്ട്. അങ്ങനെയുള്ള അത് വാങ്ങിക്കാമല്ലോ. വെള്ളിയും മൂല്യമുള്ളതാണിപ്പോൾ. അപ്പോൾ നിങ്ങൾ വെള്ളിയിൽ നിക്ഷേപിച്ചോളൂ. ഏതെങ്കിലും ഒരു ലോഹത്തിൽ നിങ്ങൾ നിക്ഷേപിക്കണം എന്നേ ഞാൻ പറയുന്നത്. അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാളെ ഒരു പ്രായമാകുന്ന സമയങ്ങളിൽ ഇപ്പം
ചെറിയ ജോലി എടുത്ത് ജീവിക്കുന്നവരാണെങ്കിൽ നാളെ ഒരു ജോലി എടുക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥയാണെങ്കിൽ പോലും ഒരു 10 പവനിപ്പോൾ ഉള്ള ആളാണെന്ന് വിചാരിക്കട്ടെ, ഒരു വീട്ടിലൊക്കെ ജോലിയൊക്കെ ചെയ്ത് അവർ 10-20 പവൻ ഇങ്ങനെയെങ്കിലുമൊക്കെ സമാഹരിച്ച് വെച്ച ഒരു 60 വയസ്സായ ഒരു അമ്മയാണെങ്കിൽ ആ അമ്മയ്ക്ക് അത് വീട്ടിട്ട് ജീവിക്കാമല്ലോ. ഇപ്പോൾ 20 ലക്ഷം രൂപ കിട്ടും. 10-20 ലക്ഷം രൂപയോളം കിട്ടൂലേ, 20ഇല്ലെങ്കിലും 10-15. അത് മതിയല്ലോ അവർക്ക്. ഒരു വീട്ടു ജോലി എടുക്കാൻ പോയാൽ അവർക്ക് 15,000 രൂപയാണ് കിട്ടുന്നതെങ്കിൽ അത് പോസ്റ്റ് ഓഫീസ് സേവിങ്ങിലും സീനിയർ സിറ്റിസൺ സേവിങ്ങിലും ഒക്കെ ഇടുകയാണെങ്കിൽ ആ 15 കിട്ടുന്നില്ലേ? അതായത് അവർ മാസം സമ്പാദിച്ചു കൊണ്ടിരുന്ന ആ പണം തന്നെ അവരുടെ കയ്യിലേക്ക് വരുന്നില്ലേ? ഇതൊരു പറ്റില്ല, ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല കേട്ടോ. ഞാൻ പറയുന്ന ഇതുപോലെ നിങ്ങളുടെ അടുത്ത തലമുറ സമ്പാദിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരോട് ഇത് വാങ്ങിക്കേണ്ട, ഇതെന്തിനാണിത്, ഇതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ പറയണ്ട എന്നാണ് എൻ്റെ കുഞ്ഞു ബുദ്ധിയാണ് കേട്ടോ. ഒരു 10 വർഷം കഴിയുമ്പോൾ ഈ വീഡിയോ എടുത്തൊരു ചേച്ചി ഇതൊരു പൊട്ടത്തരമായിപ്പോയി അങ്ങനെ പറയല്ലേ, എൻ്റെ ഇപ്പോഴത്തെ ബുദ്ധിയിലാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. ആൻറ്റിസിപ്പേറ്ററി ബെയിൽ അറിയാമല്ലോ നിങ്ങൾക്ക്, മുൻകൂർ ജാമ്യം എടുത്ത് വയ്ക്കുകയാണ്. ഇത് എൻ്റെ കുഞ്ഞു ബുദ്ധിയിൽ വന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു എന്നുള്ളൂ. പറ്റുന്നവരത് ചെയ്തോളൂ. പിന്നെ ചിലപ്പോൾ പറയില്ല, ഒരു ഗ്രാമായിട്ട് മേടിക്കേണ്ട എന്നാൽ ഇപ്പോഴും ഈ ഒരു എന്താ പറയുക, ഇത് കിട്ടുമല്ലോ, ചെറുത് കിട്ടില്ല, അതിലും ചെറുതൊക്കെ കിട്ടും തോന്നുന്നു. ഇപ്പോൾ 5,000 രൂപയുടെ ചെറിയ ഇത്, അല്ലെങ്കിൽ 5,000 രൂപയുടെ ഇതിലിടൂ, എന്താ പറയുക, ഫണ്ട് പോലെ ഉണ്ടല്ലോ. നല്ല ജ്വല്ലറി ആയിരിക്കണം കേട്ടോ, വലിയ ജ്വല്ലറിയൊക്കെ ആയിരിക്കണം. എന്താണ് ഞാനത് ആരോടും അധികം പറയാത്തതെന്ന് വെച്ചാൽ, അപ്പോഴെപ്പോഴും നമ്മൾ ആ കോയിൻസ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിലേ നമ്മുടെ കയ്യിലുള്ള പണം അനുസരിച്ച് കിട്ടുമെന്നൊന്ന് അന്വേഷിച്ച് നോക്കൂ നിങ്ങൾ. അത് മേടിച്ച് നോക്കൂ കുറച്ച്. നമ്മുടെ വീട്ടിലെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മളത് എടുക്കാനും മടിക്കരുത് കേട്ടോ. അല്ലാതെ അത് മേടിച്ച് വെച്ചിട്ട് ഞാൻ തരില്ല എന്ന് പറഞ്ഞിരിക്കരുത്. യു ഹാവ് ടു യൂസ് ഇറ്റ്. ക്രയവിക്രയങ്ങൾ എപ്പോഴും നമ്മൾ മൂവ്മെൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കണം, എല്ലാത്തിനും മൂവ്മെൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് കഷ്ടപ്പെട്ട് തന്നതിൽ പകുതി മാത്രം എടുത്തു വെച്ച് പകുതിയൊക്കെ വിറ്റ ആളാണ് ഞാൻ കേട്ടോ. ആ സമയത്ത് ഓരോരോ ആവശ്യം എന്ന് പറഞ്ഞാൽ വീടും സ്ഥലം വാങ്ങിക്കാനും ഇതിനൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു എന്താ അത്യാവശ്യത്തിന് മാത്രമാണ് നമ്മളിത് വിറ്റ് പണമാക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് ബാങ്കിൽ ഇരുന്നോട്ടെന്നേ. എന്ത് പറയുന്നു? കഴുത്തിലിടാൻ പറ്റൂല ഇപ്പോൾ, കാരണം ആൾക്കാർ പറിച്ചുകൊണ്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ബാങ്കിൽ ഇരുന്നോട്ടെ. അതൊരു എന്താണ് അസറ്റ് തന്നെയാണ് സ്ത്രീകൾക്ക്. ഇന്നും അതെ അന്നും അതെ. അത് വില കൂടിയെന്നും പറഞ്ഞ് ഓടിച്ചു വിടുന്ന ആൾക്കാർ കഴിഞ്ഞ ദിവസേ ഒരു ലേഡി, അവരൊരു ഇക്കണോമിസ്റ്റ് ആണെന്നാണ് കേട്ടോ പറഞ്ഞത്. ഒരു പേരെന്തായിരുന്നു, മേരി എന്നോ. അവർ പറയാണ്, നിങ്ങൾ ആരും സ്വർണം മേടിക്കാൻ പോവല്ലേ, മുക്കുപണ്ടം മേടിച്ചിട്ടോളൂ, നിങ്ങൾ ആ പണം നിങ്ങൾ എവിടെയെങ്കിലും സേവിങ് ആയിട്ട് വെച്ചോളൂ. നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഗോൾഡ് വാങ്ങിച്ച് പൈസ കളയുന്നത്? അപ്പോൾ അവരൊരു ഇക്കണോമിസ്റ്റ് ആണെങ്കിൽ അതൊരു സേഫ് നിക്ഷേപമല്ലേ? അതവർ പറയുന്നുണ്ട്, സേഫ് നിക്ഷേപം തന്നെയാണ്, പക്ഷെ വില കുറയട്ടെ. എങ്ങനെ വില കുറയും? ഇത് കുറയുമെന്നാണ് പറയുന്നത്, ട്രേഡ് വാർ ആയതുകൊണ്ട് കുറയുമെന്ന്. മാക്സിമം പോട്ടെ, ഒരു 10,000 കുറയുമെന്ന് ഞാനും പറഞ്ഞേക്കാം, ഒരു 70 ആവുമായിരിക്കും. ആ സമയത്ത് മേടിക്കാനല്ലേ പറ്റുള്ളൂ. എന്നാലും നിങ്ങൾ ഇന്ന് മേടിക്കുന്നവർ നാളെ വിൽക്കാനല്ലല്ലോ വാങ്ങിക്കുന്നത്. ഒരു 20 വർഷത്തെ നിക്ഷേപത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്നൊരു 80,000 രൂപ വെച്ച് മേടിച്ചെന്നിരിക്കട്ടെ, നിങ്ങളുടെ കയ്യിലൊരു 10-20 ലക്ഷമുണ്ട്. ഇപ്പം പൈസ അത് അത്ര അത്യാവശ്യമില്ലാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് അത് ഗോൾഡായിട്ട് വാങ്ങിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, ഒരു 10-20 ലക്ഷം കൊടുത്ത് 15 പവനോ എന്താണെന്ന് വെച്ചാൽ ഒരു കാശുമാലയോ അല്ലെങ്കിൽ കുറച്ച് കാശുകളോ എന്തെങ്കിലും വാങ്ങിച്ച് കയ്യിൽ വെച്ചു എന്നിരിക്കട്ടെ, എക്സാമ്പിളാണേ. 20 വർഷം കഴിയുമ്പോൾ ഉറപ്പായിട്ടും അതിന് വില കൂടിയിട്ടുണ്ടാവില്ലേ? അത്തരം സാധനം വാങ്ങിക്കാനായിട്ട് നിങ്ങൾ എങ്ങനെ പോയാലും നിങ്ങൾ ഒരു 60 ലക്ഷമൊക്കെ ചിലവാക്കേണ്ടി വരും. നിങ്ങൾ മാർക്ക് മൈ വേർഡ്സ്. ഈ രീതിയിലുള്ള എന്താ പറയുക ട്രജക്ടറി ആണ് സ്വർണത്തിൻ്റെതെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും. ബിക്കോസ് അങ്ങനെയാണ് ലോകത്തിലെ സമ്പദ്ഘടന രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത്, അല്ലേ? വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളവർ പറഞ്ഞോളൂ. പക്ഷേ എന്താ പറയുക, ഷെയർ മേടിച്ചിട്ടാലോ ചേച്ചി അത് ഇതിലും കൂടുമെന്ന് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. അതും ആ സംഭവങ്ങളും പല നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെയും അതിനെയെല്ലാം തരണം ചെയ്തു വേണം അത് മുന്നോട്ട് പോകാനായിട്ട്. ഇതേപോലെ തന്നെ ഇത് നമ്മുടെ ശരീരത്തിലിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കും, മറ്റത് എവിടെയോ ആണ് ഇരിക്കുന്നത്, അല്ലേ? ബിറ്റ് കോയിനൊക്കെ മേടിച്ചിട്ട് പ്രയാസപ്പെട്ട ആളുകളെ പറ്റിയൊക്കെ കേൾക്കുന്നില്ലേ? അതുകൊണ്ട് അറിവില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പോകാനോ പറഞ്ഞു തരാനോ എനിക്കും അറിയില്ല. അതുകൊണ്ട് അറിയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് എന്ന് കരുതി നിങ്ങളുടെ വീടും പറമ്പും വിറ്റ് സ്വർണം മേടിച്ചൊക്കെയൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെയൊന്നും ആരും ചെയ്യാൻ വരുത്. നമ്മളുടെ നീക്കിയിരിപ്പിൽ കുറച്ച് എപ്പോഴും ഗോൾഡായിരിക്കുന്നത് ബുദ്ധിപരമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്.
എതിരഭിപ്രായം സ്വാഗതം. പക്ഷേ സ്വർണം വിറ്റിട്ട് എന്താ പറയുക, ബാങ്കിലിട്ട ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇങ്ങനെ കൂടുതൽ ഇപ്പോൾ ഒരു 60-65 വയസ്സൊക്കെ ഉള്ള മക്കളെയൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു അമ്മയ്ക്ക് മാസം വരുമാനം ഇല്ല എന്നുള്ള ഒരു അമ്മയാണെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഒരു 20 പവൻ കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുപോയി ഇപ്പോൾ വിറ്റോളൂ, കിട്ടുന്നത് കൊണ്ടുവന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റ് ഓഫീസിൽ ഇട്ടോളൂ, സുഖമായിട്ട് ഇരിക്കാമല്ലോ, പണിയെടുക്കണ്ടല്ലോ, ഉള്ളത് കൊണ്ട് ജീവിക്കാമല്ലോ, ഒരാളുടെ കാര്യമില്ലുള്ളൂ. അങ്ങനെ നമ്മുടെ സർക്കംസ്റ്റൻസസ് അനുസരിച്ചിട്ട് വി ക്യാൻ മാനേജ് ലൈഫ് കേട്ടോ. അതുകൊണ്ട് സ്വർണം മേടിക്കണം എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഓക്കെ ദെൻ ബൈ.